നമസ്കാരം, ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഒന്നും കിട്ടാത്തവർ എന്ന ഹെഡിങ്ങുള്ള ഒരു കഥ വായിച്ചതോർക്കുകയാണ്. അതങ്ങനെ തന്നെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ഭ്രാന്തൻ വേട്ടപ്പട്ടിയുടെ കഥയാണ്. അപ്പോൾ ഈ വേട്ടപ്പട്ടി അങ്ങനെ പോകുമ്പോഴാണ് ഒരു കലമാനിനെ കണ്ടത്. വേഗം കലമാനിനെ പിന്തുടർന്നു. പക്ഷേ കലമാനിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടയ്ക്ക് വെച്ചൊരു കുറുക്കനെ കാണുന്നത്. വേഗം കലമാനിനെ വിട്ടിട്ട് കൗശലക്കാരൻ കുറുക്കൻ്റെ കാര്യം അറിയാമല്ല, കുറുക്കൻ്റെ പിന്നാലെ ഈ വേട്ടപ്പട്ടി പായാൻ തുടങ്ങി. കുറുക്കൻ്റെ പിന്നാലെ പായാൻ തുടങ്ങുമ്പോഴാണ് അതാ ഒരു മുയൽ പോകുന്നു. വേഗം കുറുക്കനെ വിട്ടിട്ട് ആ മുയലിൻ്റെ പിന്നാലെയായി ദൃഷ്ടിയും ഓട്ടവും. അങ്ങനെ ഓടി ഓടി തളർന്നു. അവസാനം ഈ മുയലുമായിട്ട് ഓടുന്നതിനിടയിൽ ഒരു തുരപ്പനെലിയെ കണ്ടു. വേഗം മുയലിനെ വിട്ടിട്ട് തുരപ്പനെലിയുടെ വട്ടമോടിയ തുരപ്പനെലിയുടെ പുറകെ പോവുകയാണ്. തുരപ്പനെലിയായിട്ട് പാഞ്ഞു ചെന്ന് ഒരു മരത്തിൻ്റെ മാളത്തിന് അകത്തേക്ക് കയറി. ഇതാ ഒന്നിനെയും കിട്ടാത്ത പ്രയാസത്തിൽ ഈ തുരപ്പനെലിയും മാളത്തിനകത്തേക്ക് കയറിപ്പോയി. ഇതിലേ പോയി അതിലേ പോയോ, ഇതിലേ പോയോ, അല്ലെങ്കിൽ വേറെ അതിലേ പോയോ, പല വഴികൾ അതിന് കാണും. തുരന്ന് അപ്പോൾ ഉണ്ടായതുണ്ടാകും. അപ്പോൾ ഈ തുരപ്പനെലിയും കൂടെ കിട്ടാതെ ആയപ്പോൾ മാളത്തിന് പുറത്ത് ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ മുരണ്ട് കുത്തിയിരിപ്പും ധർണയും എല്ലാമായിട്ട് ആ ഭ്രാന്തൻ വേട്ടപ്പട്ടി ലക്ഷ്യം വിട്ട അല്ലെങ്കിൽ പിടിവിട്ടതുപോലെ അവിടെ മുരണ്ടുകൊണ്ട് ധർണയുമായിട്ട് ഒരു മാതിരി വട്ട് പിടിച്ചതുപോലെ ഇരിപ്പായി. ഒന്നും കിട്ടാതെ ആയി. അപ്പം ഒന്നും കിട്ടാത്തവർ ജീവിതത്തിൽ ഇതുപോലെ ഒന്നും പൂർത്തിയാകുകയില്ല. പല കോഴ്സിന് പോവും, പല ആത്മീയ ശുശ്രൂഷകൾക്ക് ഇങ്ങനെ ഓടി നടക്കും. ആ ധ്യാനം, ഈ ധ്യാനം, മറ്റേ ധ്യാന കേന്ദ്രം, ആ പള്ളി, ഈ പള്ളി, എങ്ങും പേര് പിടിക്കത്തില്ല. ഒന്നിനും തൃപ്തിയില്ല. എല്ലാറ്റിനെയും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. ഇപ്പോൾ ഇതിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഓവർ പ്ലഷർ എന്ന് പറയും. എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ആദ്യം ഭയങ്കര അതിന് തന്നെ എല്ലാവരും ചെന്നില്ലേ പിന്നെ ആരും ജീവിച്ചിട്ട് കാര്യമില്ല. അവർ പോണതിന് തന്നെ പറയണതിന് തന്നെ പോകണം. കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത ഓട്ടമായി. ഇങ്ങനെ മാറി മാറി ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കോഴ്സുകൾ ഒന്നും പൂർത്തീകരിക്കില്ല. മാതാപിതാക്കൾക്ക് തലവേദനയാണ്. പക്ഷേ സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ അതിനേക്കാൾ പ്രശ്നം എൻ്റെ ഭാവി നശിപ്പിച്ചു എന്ന് പറയും. ഇതുപോലെ വിവാഹത്തിൻ്റെ കാര്യത്തിലും ഇങ്ങനെ ഒന്നും പൂർത്തീകരിക്കാതെ കുറ്റം മുഴുവൻ മാതാപിതാക്കൾക്ക് പറഞ്ഞും മരിച്ചുപോയ കാരണവന്മാരെ കുറ്റപ്പെടുത്തിയും കഴിയുന്നവരെ ധാരാളം കണ്ടുമുട്ടുന്നു. ഒന്ന് ആണിനും പെണ്ണിനെയും, പെണ്ണിന് ആണിനെയും കിട്ടാനില്ല. എല്ലാവരും നേരത്തെ തന്നെ കല്യാണവും ഉറപ്പിച്ച് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പും മരം ചുറ്റലൊക്കെ നടത്തി അവസാനം ഒന്നിനും തൃപ്തിയില്ലാത്തവരും വിവാഹം വേണ്ടെന്ന് വെക്കുന്നവരും ഇനി അപ്പോൾ ഉള്ളവർക്കൊട്ട് കിട്ടാത്ത അവസ്ഥ. ഇനി കിട്ടുന്നതിൽ വരുന്നതിലൊന്നിലും തൃപ്തിയില്ല. സംസാരിക്കണം, മിണ്ടണം, കാണണം, പോകണം. എന്നോട് ഒരാൾ പറഞ്ഞ ഇതാണ്, ഈ ബസ്സിലൊക്കെ കയറുമ്പോൾ അല്ലെങ്കിൽ വണ്ടിക്കൊക്കെ പോകുമ്പോൾ നല്ല സുന്ദരിമാരെ ബസ് സ്റ്റോപ്പിലും പള്ളിയിലും കോളേജിൻ്റെ വാതിക്കയും പിന്നെ കടകളുടെ അവിടെ എല്ലാം കാണും. പക്ഷെ നമ്മൾ പെണ്ണ് കാണാൻ പോയിട്ട് ഒറ്റെണ്ണത്തിനെ പോലും കാണാനില്ല. സങ്കല്പജീവി, ഞരമ്പ് രോഗി എന്നൊക്കെ പറയുന്നത് പോലെ വേണം. സങ്കല്പവും റിയാലിറ്റിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കുറേയൊക്കെ ഒത്തു വന്നേക്കാം. ജീവിതത്തിൽ എത്ര സംസാരിച്ചാലും എത്ര കണ്ടുകൊണ്ടിരുന്നാലും എല്ലാത്തിലും പൂർണ്ണത കിട്ടത്തില്ല. ഈ ലോകത്തിൽ ഒന്നിലും പൂർണ്ണതയില്ല. പൂർണ്ണനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, ദൈവമുള്ളൂ. അതുകൊണ്ട് കുറേയൊക്കെ വിട്ടുവീഴ്ച വേണം. കുറേയൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട് നികത്തണം. ഇത് ജീവിതത്തിലായാലും പ്രാർത്ഥനാ ജീവിതത്തിലായാലും ആത്മീയ ശുശ്രൂഷയിലായാലും ദാമ്പത്യ ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും ഒരു ജോലിയിലും ഉറച്ചു നിൽക്കില്ല. ബ്രദറേ ഒന്ന് പ്രാർത്ഥിക്കും. ഭർത്താവിൻ്റെ കാര്യത്തിൽ പറയുന്നവരുണ്ട്, മക്കളുടെ കാര്യത്തിൽ പറയുന്നുണ്ട്. ചില കുടുംബങ്ങളിലൊക്കെ സ്ത്രീകൾ പല ജോലികളും ഒക്കെ ചെയ്തു പോകുന്നത് കൊണ്ട് കഞ്ഞി കുടിച്ച് പോകുന്നവരുണ്ട്. ഒന്നിലും ഉറച്ചു നിൽക്കില്ല. അങ്ങനെ പെൺകുട്ടികളും ഉണ്ട്. ഒരു കോഴ്സും പൂർത്തീകരിക്കത്തില്ല. ഏത് കല്യാണം വന്നാലും ആദ്യം താല്പര്യം പറയും, പിന്നെ മിണ്ടിയും പറഞ്ഞും മുടക്കം പറയുന്നവർ. ഇങ്ങനെ ഒന്നിലും തൃപ്തിയില്ലാത്ത അസംതൃപ്തി എന്ന രോഗം അല്ലെങ്കിൽ ഒന്നും കിട്ടാത്തവരായിട്ട് ജീവിക്കുന്ന അവസ്ഥ. അവസാനം ഈ തുരപ്പൻ എലിയേയും കൂടി കിട്ടാതെ ആയപ്പോൾ ഈ വേട്ടപ്പട്ടി ആ മരത്തിൻ്റെ ചുവട്ടിൽ പിന്നെ തെരഞ്ഞും ധർണ നടത്തിയും ഭ്രാന്ത് തീർത്തതുപോലെ അവസാനം
ഭൂമിക്ക് ഭാരം എന്ന് പറഞ്ഞ പോലെ കുടുംബത്തിനും ജീവിതത്തിനും അവരവർക്കും തന്നെ ഭാരവും കുറ്റവുമായിട്ട് കുറ്റമില്ലാത്ത ആരുമില്ല. മാർപ്പാപ്പക്ക് പോലും കുറ്റം, ഇനി അതിനും വലുത് ആരും ഇല്ലല്ലോ. അപ്പോൾ അച്ഛന് കുറ്റം, പള്ളിക്കുറ്റം, ധ്യാനേന്ദ്രത്തിന് കുറ്റം, ഇടവകൾക്ക് കുറ്റം, വൈദികർക്ക് കുറ്റം, കന്യാസ്ത്രീകൾക്ക് കുറ്റം, കുടുംബവിധക്കാർക്ക് കുറ്റം, മാതാപിതാക്കൾക്ക് കുറ്റം. തെരഞ്ഞു വരുമ്പോൾ ഓടി വരുമ്പോൾ അള്ളിപ്പിടിക്കുന്നതൊന്നും കിട്ടാതെയും അല്ലെങ്കിൽ പിടിച്ചതെല്ലാം ചാടി പോകുമ്പോൾ അസംതൃപ്തമായ ഒരു അവസ്ഥ. ഇതിനെക്കുറിച്ച് ഒരു വചനമുണ്ട്, പ്രഭാഷകൻ 11-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം. മകനെ, പല കാര്യങ്ങളിൽ ഒന്നിച്ച് ഇടപെടരുത്. ഇത് പറയാൻ വേണ്ടിയാണ് ഇത്രയും പാടുപെട്ടത്. പല കാര്യങ്ങളിൽ ഒന്നിച്ച് ഇടപെടരുത്. ഏത് ജാതിയിലും ഏത് മതത്തിലും പെട്ടവരായാലും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഏത് പ്രായത്തിലും ഏതവസ്ഥയിൽ ജീവിതാന്തസ്സിലുള്ളവരായാലും അവരോട് പറയാനുള്ളത് ഇതാണ്: പല കാര്യങ്ങളിൽ ഒന്നിച്ച് ഇടപെടരുത്. കാര്യങ്ങളേറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട്. ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളിലും പരിമിതികളുണ്ട്. അപ്പോൾ പല കാര്യങ്ങളിൽ ഒന്നിച്ചിടപെട്ടാൽ പറയാനും ഇല്ല. ഏറിയാൽ തെറ്റ് പറ്റാൻ എളുപ്പമുണ്ട്. പെട്ടെന്ന് തന്നെ കുഴപ്പങ്ങൾ സംഭവിക്കും. കാരണം നമ്മളാരും പെർഫെക്റ്റ് അല്ല. പലതിൻ്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. പലതിൻ്റെ പുറകെ ഓടിയാൽ ഒന്നിനും പൂർത്തിയാകില്ല. MBA അഡ്മിഷൻ കിട്ടിയപ്പോൾ പറഞ്ഞ് എനിക്ക് BTech കിട്ടുന്നുണ്ട്. BTech പഠിച്ച MBA കഴിഞ്ഞ് BTechന് പോയപ്പോൾ പറഞ്ഞ് ഇതെനിക്ക് അന്നേ കിട്ടിയെങ്കിലാണ് അതൊന്നും പറഞ്ഞിട്ട്. ചേട്ടൻ പഠിക്കണണ്ടപ്പോൾ അനിയൻ പറഞ്ഞ് എനിക്ക് അതാ വേണ്ടത്, അനിയൻ പഠിക്കണണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞ് എനിക്ക് ഇതാ വേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്നിലും തൃപ്തിയില്ലാതെ ഓടുന്നവരുടെ ഒരു ലോകത്താണ്. അതുകൊണ്ട് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. മകന് നമുക്കിങ്ങനെ ചിന്തകളൊക്കെ വരും, ആഗ്രഹങ്ങൾ വരും, മറ്റുള്ളവർ പലരും പല നിർദ്ദേശങ്ങൾ വരും. അങ്ങനെ ചെയ്, ഇങ്ങനെ ചെയ്, അത് ചെയ്, ഇത് ചെയ്, ഇങ്ങനെ ചെയ്തു. നമുക്കൊരു തീരുമാനം ഉണ്ടാകണം. അതിൻ്റെ പുറകെ പോയാൽ ജീവിതത്തിൽ ഒരിക്കലും മനസ്സമാനം ഉണ്ടാകത്തില്ല. എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരിടത്തും ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പല കാര്യങ്ങളിൽ ഒന്നിച്ച് ഇടപെടരുത്. കാര്യങ്ങളേറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട്. പലതിൻ്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാവുകയില്ല. പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. വളരെ പ്രധാനപ്പെട്ടത്. പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. അതുകൊണ്ട് അതിലേക്ക് പല കാര്യങ്ങളിലും പെടുന്നതിന് മുൻപ് തന്നെ നേരത്തെ തന്നെ അവിടെ ഇവിടെയും പരതി ഓടി നടന്ന് ഒന്നിനും പോകാതിരിക്കണം എന്നല്ല പറയുന്നത്. നമുക്ക് പറ്റിയ മാർഗങ്ങൾ പ്രാർത്ഥനയിലൂടെ, കൗൺസിലിങ്ങിലൂടെ, അല്ലെങ്കിൽ സ്പിരിച്വൽ ഫാദറിലൂടെ, നമുക്ക് ഗൈഡൻസ് തരുന്ന മുതിർന്നവരിലൂടെ, ഇനി ചിലരുണ്ട് എല്ലായിടത്തും നടക്കും ഇങ്ങനെ. എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചു ഇവിടെ നിന്ന് ആടിപ്പാടി സന്തോഷത്തോട് ദൈവപുത്രനാണ്, ഇത് പണ്ടേ വരേണ്ടതായിരുന്നു എന്ന് പറയും. എന്നിട്ട് അടുത്ത സ്ഥലത്ത് നിന്ന് കഴിയുമ്പോൾ അതാണ് ശരി. അവസാനം അവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഒന്നിലുമില്ല, പിടിവിട്ടതുപോലത്തെ അവസ്ഥ. അപ്പോൾ പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. ആത്മീയ അധംപതനത്തിനും ഭൗതികമായ വീഴ്ചകൾക്കും തൊഴിൽ തകർച്ചകൾക്കും പലവിധ കഠിനമായ ജപ്തി കടബാധകളുടെ എല്ലാം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. വീണ്ടും വിചാരമില്ലാതെയും ആലോചന ഇല്ലാതെയും ചെയ്തു. കടമൊക്കെ എടുത്തപ്പോൾ ആദ്യം ഇത്തിരി കൈ കിട്ടിയപ്പോൾ അടച്ച് തീർക്കായിരുന്നു. അപ്പോൾ പിന്നെ ആട്ടെ നാളെ ആട്ടെ എന്നും പറഞ്ഞ് പിടിച്ചാൽ തീരാത്ത കൊമ്പയിൽ പറ്റിയ വേറെ പല കാര്യങ്ങൾക്കും പ്രിഫറൻസ് കൊടുത്ത് ഒരെണ്ണം പൂർത്തീകരിക്കണ്ടേ, വീണ്ടും അതിൻ്റെയും പുറകെ പോയി. ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും ഒന്നും വാക്കൊന്നും കേട്ടില്ല, കാറ്റി പറത്തിയല്ല. ഭാര്യ പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ ഇവക്ക് പണ്ടേ ബോധമില്ല, എന്ത് നല്ല കാര്യം പറഞ്ഞാലും തടസ്സമാണ്. മാതാപിതാക്കൾ പറഞ്ഞു വല്ലയിടത്തും കിട്ടണ കഞ്ഞിയും കുടിച്ച് ഇരുന്നേച്ചാൽ മതി, കൂടുതൽ കാര്യത്തിൽ തലയിടണ്ടെന്ന് അവരോടും പറഞ്ഞു. അവസാനം കരിയുമ്പോൾ വിറകാൻ കയ്യിലേ ഉള്ളതെന്ന് പറഞ്ഞതുപോലെ ഇപ്പം സഹിക്കാൻ അവർ മാത്രമേ ഉള്ളൂ, അവർക്ക് തള്ളിക്കളയാൻ പറ്റും. അതുകൊണ്ട് കുഴികളിൽ ചാടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ മുന്നറിയിപ്പുകൾ, കൊക്കയിലേക്ക് നിപതിക്കുന്നതിന് മുമ്പ് തന്നെ പല സൈൻ ബോർഡുകളും ഉണ്ട്, ഹമ്പ് സൂചിപ്പിക്കുന്ന പല സിഗ്നലുകളും ഉണ്ട്. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് വാഹനങ്ങൾ ഓടിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ശുശ്രൂഷയിൽ, പഠനത്തിൽ, കോഴ്സിൽ, വിവാഹ ജീവിതത്തിൽ നാളെ എന്നും പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകും. എന്ത് കാര്യവും പോസ്റ്റ് പോൺ ചെയ്യുന്നവരുണ്ട്. അതും ഈ വിവാഹത്തിൽ വന്നവരാണ്. ഒരു കാര്യവും പൂർത്തീകരിക്കില്ല, എല്ലാ കാര്യവും പിന്നെ നാളെ എന്നിട്ട് കുറ്റം മുഴുവൻ മറ്റുള്ളവരുടെ പുറത്ത്. ഇനി ആരെങ്കിലും പച്ച പിടിച്ച് പോകുന്നത് കണ്ടാൽ അവരെ പിടിച്ച് കാലെ പിടിച്ച് വലിച്ചിടാൻ വേണ്ടി നോക്കും, അല്ലെങ്കിൽ
അഭിഷേകം ചെയ്ത് കളയും, ഏതെല്ലാം തരത്തിൽ നശിപ്പിക്കാനായിട്ട്. കാരണം അസൂയയും മറ്റ് തിന്മയെല്ലാം കൊടികുത്തി വാഴുന്ന അവസ്ഥ. അതുകൊണ്ട് മറന്നു പോകരുത് മകനെ മകളെ, പല കാര്യങ്ങളിൽ ഒന്നിച്ച് ഇടപെടരുത്. അങ്ങനെ വലയിലും കൊണ്ടുപോയി തല വെച്ചിട്ടുണ്ടെങ്കിൽ രഹസ്യബന്ധങ്ങളോ തെറ്റായ ബന്ധങ്ങളോ അല്ലെങ്കിൽ സ്വകാര്യ ധന ഇടപാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കുക, ഇവിടം വെച്ച് നിർത്തുക. പലരും മണ്ണുണ്ട് ഇതുപോലെയുള്ള. കഴിഞ്ഞ 10-35 വർഷമായിട്ട് എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ ഇവിടെ ഇതുപോലെ പുറത്തു പോകുമ്പോഴും ധ്യാന കേന്ദ്രങ്ങളിൽ വിളിക്കുമ്പോഴും ശുശ്രൂഷകൾക്കായി കടന്നു ചെല്ലുന്ന ഓരോ സോഷ്യൽ മേഖലയിലും കണ്ടുമുട്ടുന്ന നിരവധി അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയും, ദൈവമേ പണ്ടേ വരേണ്ടതായിരുന്നു, നേരത്തെ ഇത് ചോദിച്ചിരുന്നെങ്കിൽ അവസാനം കയ്യിലുള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ നാണക്കേടും മാനക്കേടും ആയി, അല്ലെങ്കിൽ ഡിപ്രഷനായി ഇപ്പോൾ കയറാനും പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് എത്ര വലിയ പാപിക്കും കയറി പോരാൻ അവസരമുണ്ട്. ഇനിയെങ്കിലും ആലോചനയോടെയും വീണ്ടും വിചാരത്തോടെയും ദുർബല മനസ്ഥിതി കളഞ്ഞ് എല്ലാത്തിലും സംശയ മനസ്ഥിതി. യാക്കോബ് 1:7-8 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് ദൈവത്തിൽ നിന്നൊന്നും കിട്ടുകയില്ല. നടക്കുന്നിടത്ത് മുഴുവൻ നടന്ന് അവരുടെ ഇവരുടെയും പ്രീതിയും അവരുടെ ഇവരുടെയും സപ്പോർട്ടൊക്കെ മേടിക്കും, പക്ഷെ ദൈവത്തിൽ നിന്ന് ഒന്നും കിട്ടുകയില്ലെന്ന് വിശഗ്രന്ഥത്തിൽ തീർത്ത് പറയുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കുക. പലതിൻ്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാകുകയില്ല. പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും രക്ഷപ്പെടണോ, എല്ലാ തിരക്കും ഒഴിഞ്ഞിട്ട് വെള്ളം ഇറക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുക. അവർ കാണിക്കണം, ഇവർ കാണിക്കണം, അവർക്ക് കുഴപ്പമില്ല, ഇവർക്ക് കുഴപ്പമില്ല, ഇതിലും വലിയ തെറ്റ് ചെയ്യണം, ഓക്കെ. അവരെ നോക്കാനല്ല, അവരാരും നമ്മുടെ റോൾ മോഡൽ അല്ല. ജീവിതത്തിൽ ഓരോരുത്തർക്കും വിളമ്പപ്പെടുന്ന വിഭവങ്ങൾ വ്യത്യസ്തമാണ്. ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും. നിങ്ങളാരും ഷൈജൻ ബ്രദറാകാൻ നോക്കിയത് കൊണ്ടോ ഞാൻ നിങ്ങളാകാൻ നോക്കിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. 1% മോട്ടിവേഷൻ, ബാക്കി 99% പ്രതിഭയാണ്. അത് ആ തെരഞ്ഞെടുപ്പും വിളിയും എൻ്റേതാണ്. അപ്പനും അമ്മയും വീട്ടുകാരും ആൾക്കാരും അവരൊക്കെ എല്ലാം സപ്പോർട്ടീവായിട്ടുണ്ട്. പക്ഷേ അതുമാത്രമാണ് എല്ലാം എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് ഉപേക്ഷിക്കാമെന്നല്ല. ഉറച്ച തീരുമാനങ്ങളെടുത്ത് ഇച്ഛാശക്തിയോടും കഠിന പ്രയത്നത്തോടും പ്രാർത്ഥനയോടും ഡെഡിക്കേഷൻ, സമർപ്പണ മനോഭാവത്തോടെ മുന്നോട്ട് പോവുക. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.